ഹലോ ഗൈസ്, AC ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് VRV X സൈഡ് ഡിസ്ചാർജ് 4 HP എങ്ങനെ കമ്മീഷൻ ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഇത് 24 hour 550 പ്രഷർ നമ്മൾ ഓൾറെഡി ഓൾഡ് ആക്കിയതിന് ശേഷം കുറച്ച് പ്രഷർ റിലീസ് ആക്കിയതിന് ശേഷം സെറ്റാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇനി നമ്മളിത് വാക്കത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ പെട്ടെന്ന് വാക്കാവാൻ വേണ്ടി നമ്മളൊരു അഡാപ്റ്റർ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിൻവാൽവ് നമ്മൾ ഫസ്റ്റ് ഊരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന്, അതായത് സാധാ ചാർജ് ലൈനിൽ കൊടുക്കുന്ന 2 മണിക്കൂർ കൂടി കൊടുത്താൽ 1 മണിക്കൂറിൽ അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വാക്കായി കിട്ടും. ആ മെത്തേഡാണ് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മൈക്രോൺ ആണ് ഒക്കെ കാണിക്കുന്നത്. 500 മൈക്രോൺ ആണ് ഫുള്ളായിട്ട് ഒരു ടെക്നീഷ്യന് ഫസ്റ്റ് എങ്ങനെ VRV കമ്മീഷൻ ചെയ്യാനുള്ള ഫുള്ള് കാണിക്കും. മഴ ആയതുകൊണ്ടായിട്ട് നമ്മൾ ഷീറ്റ് കവർ ചെയ്തിരിക്കണം. നമ്മുടെ സൈറ്റിൽ ആൾറെഡി ഔട്ട് സൈഡ് ആയതുകൊണ്ട് മഴയും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഷീറ്റിട്ട് കവർ ചെയ്താണ്. ഇതുപോലെ അതിൻ്റെ പിന്ന് നമ്മളെ പിൻവാലിൻ്റെ പിന്നുണ്ടാവില്ലേ, ഇത് നമ്മളിങ്ങനെ ഊരിയെടുക്കും. ഓക്കെ, എന്നാൽ പെട്ടെന്ന് വാക്കാവും. നമ്മൾ സക്ഷനും ഡിസ്ചാർജും ഇതുപോലെ ഊരിയെടുക്കണേ. ഇത് യൂണിവേൾഡിൻ്റെ ഒരു കണക്ടറാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് സാധനം. എന്നാലും പെട്ടെന്ന് കൂടുതൽ HP ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാക്കാവും. വലിയ വലിയ സൈറ്റ് ആകുമ്പോഴേ പെട്ടെന്ന് വാക്കാവും. നമ്മൾ പ്രഷർ റിലീസാക്കും. ഈ ചാർജിലേയും നമ്മൾ കണക്ട് ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം നല്ല നമ്മൾ വലിയ 1 HP വാക്കുമ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വാർട്ടറിൻ്റെ അല്ല വരിക. സാധാരണ നമ്മൾ ക്വാർട്ടറിൻ്റെ ലൈനാണല്ലോ കണക്ട് ചെയ്യല്. ഇത് 3/8 മുകളിൽ വരും. പെട്ടെന്ന് വാക്കാവും. ഇത് 2 ലൈനുണ്ട്. ഇതിപ്പോൾ 4 HP ഉള്ളൂ. സിംഗിൾ ഫേസ് ആണ് ഔട്ട്ഡോർ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു 3-4 ഇൻഡോർ ഉള്ളൂ. കെസറ്റാണ് നമ്മൾ കണക്ട് ചെയ്തത് ഇൻഡോർ. അത് ചെറിയൊരു വീടുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല പോസിബിളായിട്ടുള്ള AC ആണിത്. ഔട്ട്ഡോർസ് ഒന്നും കാണില്ല. കറണ്ട് കൺസംഷൻ വളരെ കുറവാണ് വരിക. സിംഗിൾ ഫേസ് ആണ് ഈ മെഷീൻ കാണിക്കുന്നത്. നമ്മളിപ്പോൾ വാക്വം ചെയ്യുന്നത്. ഇത് 3 ഫേസ് വരുന്നുണ്ട്. ഇത് സിംഗിൾ ഫേസ് ആണ് മെഷീൻ. ഈ മെഷീൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഇതാണ്, RHM2 4B RV16. ഡൈക്കിൻ്റെ VRV-S പറഞ്ഞ മോഡലാണ്. X അല്ല, S. സൈഡ് ഡിസ്ചാർജ് എന്ന് പറയും. നമ്മൾ സാധാ ഇൻവെർട്ടർ ഡക്റ്റബിളിൻ്റെ ഔട്ട്ഡോറിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. അതിൻ്റെ സിംഗിൾ ഫേസ് ആണ് വരുന്നത്. 2.80 kW ആണ് വരുന്നത്. ഓക്കെ, ഫുൾ ലോഡിൽ ഏകദേശം 27 ആമ്പയർ എടുക്കും. ഇതാണ് ആ ചാർജ് ലൈനിൻ്റെ ബ്രാൻഡ് നെയിം, യൂണിവേൾഡ് മാക്സിവൽ. ഞാൻ 2 ചാർജ് ലൈനും ആ വൈ ജോയിൻറ്ററും ആ 2 അഡാപ്റ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ 3 മണിക്കാണ് ഇപ്പോൾ വാക്കിട്ടത്. എത്ര മിനിറ്റ് കൊണ്ട് 500 മൈക്രോൺ ആവുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ മൈക്രോൺ ഗേജ് കണക്ട് ചെയ്തിട്ടില്ല. ആ കണക്ട് ചെയ്യണ എവിടെയാണ് കണക്ട് ചെയ്യണതെന്നും വരെ ഞാൻ കാണിച്ചു തരാം. മൈക്രോൺ ഗേജ് നമ്മളിപ്പോൾ സക്ഷൻ ലൈൻ മേലാണ് ഇപ്പോൾ കൊടുത്തത്. സക്ഷനും ഡിസ്ചാർജിനും കൊടുക്കാം. VRV-S-ന് നമ്മളെ X-മാതിരി ഓട്ടോ ചാർജ് ഇല്ല. പിന്നെ വരെ നമ്മളെ ചാർട്ടിലുണ്ട്. ഈ ചാർട്ടിൽ ഡിസ്ചാർജ് പൈപ്പും ടോട്ടൽ അളക്കാം. അതായത് 9.5
ഉണ്ടല്ലോ ×54 അപ്പുറത്ത് ലിക്വിഡ് പൈപ്പ്, അതായത് 3/8 ക്വാർട്ടറാണ് ഇതിന് കൂടുതൽ വരിക. 4 HP അല്ലേ വരുന്നത്, 3 ഇൻഡോർ 4 ഇൻഡോർ അല്ല ഉണ്ടാവുള്ളൂ. 3/8 ക്വാർട്ടർ വരിക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് പൈപ്പ് എത്ര ലെങ്ത് ഉണ്ട് അളക്കുക. അതിന് ശേഷം 3/8 5 മീറ്റർ ആണെങ്കിൽ അതിന് 1 മീറ്ററിന് 54 വെച്ച് ആഡ് ചെയ്യുക. ഈ കോട്ട എത്ര ഉണ്ട് നോക്കുക. രണ്ടും പാടി പ്ലസ് ചെയ്തിട്ട് ഏകദേശം എത്ര മീറ്ററാണ് വരുന്നത് അതിനനുസരിച്ച് ഗ്യാസ് ആഡ് ചെയ്യാം. 410 ആണ് വരിക. മറ്റേ എക്സാണ് മുമ്പ് നമുക്ക് ഓട്ടോ ചാർജാണ് അതിനാവശ്യമുള്ളത്. ഇതെടുത്തു ഇത് നമ്മൾ ടോട്ടൽ ലെങ്ത് അളന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ സൈറ്റിൽ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് മാത്രമാണ് അഡീഷണൽ ഗ്യാസ് ചാർജ് ചെയ്യേണ്ട ആവശ്യം. വാക്കൊക്കെ ചെയ്തതിന് ശേഷം 6ൻ്റെ കേബിളാണ് ഇട്ടത്. പിന്നെ 6ൻ്റെ കോപ്പർ കണക്ടർ നമ്മൾ ഇതേപോലെ ക്രിമ്പിങ് ചെയ്ത് കണക്ട് ചെയ്യണേ. ക്രിമ്പ് ചെയ്യാതെ കണക്ട് ചെയ്യരുത്, ലൂസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വയർ കണക്ഷനൊക്കെ കൊടുത്ത് സപ്ലൈ ഓൺ ആക്കിയാണ്. നമ്മൾ ഡിസ്പ്ലേയിൽ 00 അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇത് ചിലപ്പോൾ നമ്മൾ റിക്കവറി മോഡിലൊന്നും ഇടേണ്ടി വരും. കാരണം വെച്ചാൽ എക്സ്പാൻഷന് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഗ്യാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പൈപ്പിലോട്ട് മാത്രമേ കയറുള്ളൂ. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആയാൽ ഈ ലൈറ്റ് ഫുള്ള് കെടും. അതിന് ശേഷം നമ്മൾ ഇതിലെത്ര ഇൻഡോർ കയറിയിരിക്കണമെന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഔട്ട്ഡോറിൽ നമ്മൾ അപ്പോൾ ലൈറ്റ് ഓഫായി. ഇനി നമ്മൾ BS1 ഒരട്ടം നിൽക്കുക, എന്നിട്ട് BS2 10 പ്രാവശ്യം നിൽക്കുക, എന്നിട്ട് BS3 1 പ്രാവശ്യം നിൽക്കുക. അപ്പോൾ ഇതിൽ 3 യൂണിറ്റ് ഇപ്പോൾ ഓൾറെഡി കയറിയിരിക്കണം. എക്സ്പാൻഷൻ പവറൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ റിക്കവറി മോഡ് ഇടാം. ഇനി നമ്മൾ വേണ്ടത് ഫസ്റ്റ് BS1 നെക്കി പിടിക്കുക. ഇപ്പോൾ 20 വന്നു. അതിന് ശേഷം BS2 21 പ്രാവശ്യം നിൽക്കുക. ഇനി BS3 1 പ്രാവശ്യം നിൽക്കുക. വീണ്ടും BS2 1 പ്രാവശ്യം നിൽക്കുക. വീണ്ടും BS3 1 പ്രാവശ്യം നിൽക്കുക. വീണ്ടും 3 നിൽക്കുക. അങ്ങനെ T0 വരും. പിന്നെ ടെസ്റ്റാണ് കാണിക്കുന്നത്. റിക്കവറി മോഡിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കണക്ട് ചെയ്യാൻ വേണ്ടി ലൈന് കണക്ട് ചെയ്യുക. ആദ്യം നമ്മളൊന്ന് പർജ് ചെയ്തതിന് ശേഷം നമ്മൾ വാക്കും കൊടുത്താൽ നമ്മളിപ്പോൾ അതിൽ പിന്നിട്ടിട്ടില്ല കേട്ടോ. നമ്മളന്ന് നേരത്തെ ഊരിയ പിന്നിടാണ്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്യാസ് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് തൂക്കം നോക്കണം. ഈ തുലാസിൽ 227,900 നമുക്ക് വേണ്ടത് 1 കിലോ ഗ്യാസാണ്. ഗേജ് ഓപ്പൺ ആക്കുകയാണ്. വാൽവ് അഡാപ്റ്ററിൻ്റെ വാൽവ് ഓപ്പൺ ആക്കി കറക്റ്റ് പൈപ്പ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഗ്യാസാണ് കയറ്റേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം സിലിണ്ടർ കുത്തനെ വെച്ചിട്ട് ലിക്വിഡ് മാത്രമേ കയറ്റണേ. 410 ഗ്യാസ് ആയതുകൊണ്ട് ലിക്വിഡ് മാത്രമേ കയറ്റാൻ പാടുള്ളൂ. കറക്റ്റ് ഇതിൽ 1 കിലോ ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. കറക്റ്റ് 1 കിലോനായി. നമ്മൾ ക്ലോസ് ചെയ്യും. നമ്മൾ നേരത്തെ ഊരി വെച്ചാൽ പിന്നെ നമ്മൾ കണക്ട് ചെയ്യണം. അതുപോലെ നമ്മൾ 25 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ 500 മൈക്രോൺ ആയത്. അങ്ങനെ സെറ്റ് ചെയ്യും. തുള്ളി ഗ്യാസ് പോലും പുറത്തേക്ക് പോകില്ല. ഈ വാൽവും ഈ അഡാപ്റ്ററും ഉണ്ടെങ്കിൽ കൈ പൊള്ളണ പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡ് ആയിക്കാണെങ്കിൽ കൈ പൊള്ളണ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ. ഇത് നല്ല സേഫ്റ്റിയാണ് സാധനം. ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ലോക്കായി. ഗ്യാസ് ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾ
വാൽവ് ഓപ്പൺ ആക്കുക കേട്ടോ. അത് നമ്മൾ ഡിസ്ചാർജ് ഓപ്പൺ ആക്കുക. ഇത് 4 അല്ലെങ്കിലാണ് വരിക ഡിസ്ചാർജിന്, മറ്റേത് 5 ആണ് വരിക. ഈ എസ് മോഡല് ഇത് 4 HP ആണ് ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നത്. ഇത് സിംഗിൾ ഫേസ് ആണ് ഔട്ട്ഡോർ. ഇത് 12 HP വരെ ഉണ്ട്. 4 HP മാത്രമാണ് സിംഗിൾ ഫേസ് ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം 3 ഫേസ് ആണുള്ളത് മെഷീന്. നമ്മൾ വാൽവ് ഫുൾ ഓപ്പൺ ആക്കി, സെക്ഷനും ഓപ്പൺ ആക്കുകയാണ്. ഗ്യാസൊക്കെ ആഡാക്കി വാൽവൊക്കെ തുറന്ന് ഇനി നമ്മൾ റിക്കവറി മോഡിൽ നിന്ന് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് വെക്കുകയാണ്. അത് സിമ്പിളാണ്. അത് BS3 ഒരൊട്ടം നിൽക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ മെഷീൻ സ്റ്റാൻഡ് ബൈ ആയി. നമ്മൾ ടെസ്റ്റ് മോഡ് കൊടുക്കുകയാണ്. അത് BS2 നെക്കി പിടിക്കുക. വന്നു, ടെസ്റ്റ് മോഡ് വന്നു, T01 വന്നു. ഇത് നമ്മൾ മറ്റേ സാധാ നമ്മൾ VRV X പോലെ തന്നെ T0 ആയ കമ്മീഷൻ ഓക്കെ എന്നാണ് അതിനർത്ഥം. അപ്പോൾ T01 നമ്മൾ ഒരു 2 ടൈലപ്പോൾ കൊടുത്തിട്ട് അതിന് ശേഷം ഇപ്പോൾ അങ്ങനെ ഔട്ട്ഡോർ ഫാൻ മാത്രം അങ്ങനെ എടുത്തു. ഈ T02 ആവുമ്പോൾ കംപ്രസർ എടുക്കും. മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. നമ്മൾ ഔട്ട് സൈഡ് ആകുമ്പോൾ കുറച്ച് ഡാർപ്പായിട്ട് വേണം നമ്മൾക്ക് ചെയ്യും. കംപ്രസറൊക്കെ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ചാലുമാണ്. ഇപ്പോൾ ഇൻഡോർ യൂണിറ്റ് ഒക്കെ ഓൺ ആയിരിക്കും. ഓട്ടോമാറ്റിക് നമ്മൾ ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കും ഓൾറെഡി. സെറ്റ് AC ഇട്ടുണ്ട്, നമ്മൾ ആൾറെഡി ചെയ്തതാണ്. ഇപ്പോൾ T06 ആയിക്കണേ. T06 ആകുമ്പോൾ നമുക്കിപ്പോൾ വരുന്ന ആംബിയർ 18 ആംബിയറിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. T010 ആയിക്കണേ. കമ്മീഷൻ ഓക്കെ എന്നാണ് കാണിക്കണത്. ആംബിയറൊക്കെ കുറഞ്ഞ് ടെസ്റ്റ് റണ്ണ് കഴിഞ്ഞു. 0.5 0.8 ആംബിയർ ഉള്ളൂ. എല്ലാ കസ്റ്റമറും ഡൗട്ടാണ്, ഇത്രയും വലിയ ഔട്ട്ഡോർ ആകുമ്പോൾ കറണ്ട് ബില്ല് കൂടുമെന്നുള്ളൊരു ഡൗട്ട്. സിമ്പിൾ സൊല്യൂഷനാണ്. നമ്മൾ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ഏതൊരു ബാത്റൂമിലാണോ ടാപ്പ് തുറക്കണത് അത്ര വെള്ളമല്ലേ ഉപയോഗിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഓരോ ബെഡ്റൂമിൽ എത്ര ടണ്ണേജാണ് AC കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കറണ്ട് ബില്ല് ആ റൂംസിൽ വരുള്ളൂ. അതാണ് VRV കൊണ്ട് മെച്ചം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ലിവിങ് ഏരിയ അങ്ങനത്തെ ഏരിയകളൊക്കെ അഡീഷണൽ വേറെ AC വെക്കുന്നതിന് പകരം പിന്നെ ഒരു ഇൻഡോർ പ്ലാൻ ചെയ്താൽ ഈ HP തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. അതാണ് VRV കൊണ്ടുള്ള മെച്ചം. ടെസ്റ്റ് റണ്ണൊക്കെ കഴിഞ്ഞ് മെഷീൻ സ്റ്റാൻഡ് ബൈ ആയിക്കണ്. ഇനി നമുക്ക് ഇൻഡോറ് ഉള്ളിൽ പോയി ഓണാക്കുന്നതിന് പകരം ഔട്ട്ഡോറിൽ തന്നെ വേണമെങ്കിൽ ഓണാക്കാം. BS1 നെക്കി പിടിക്കുക. T0 വന്നു. ഇനി 6 പ്രാവശ്യം നിൽക്കുക. BS2, ഈ BS3 ഒരു പ്രാവശ്യം നിൽക്കുക. ഏകദേശം BS2 ഒരു പ്രാവശ്യം കൂടി നിൽക്കുക. പിന്നെ BS3 2 പ്രാവശ്യം നിൽക്കുക. അപ്പോൾ ഇതുപോലെ 200 കാണിക്കും. അതിന് ശേഷം നമ്മളെ ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വർക്കിംഗ് AC ഒക്കെ വർക്കിംഗ് ആയിക്കാരം. ഇനി BS1 ഒരൊട്ട് മണി പ്രസ് ചെയ്യാം. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയുമായി കാണാം നമുക്ക്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ AC സംബന്ധമായ എല്ലാ വീഡിയോയിലും നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്.